വരുതിയുടെ കർക്കിടക മേഘങ്ങൾ ഒന്ന് മാറി നിന്നെങ്കിലും കർക്കിടക മാസാചരണം രാമായണ ശീലുകളിലൂടെ പതിവ് തെറ്റാതെ ഒരു സഞ്ചാരം കൂടി പൂർത്തിയാക്കുകയാണ്. കർക്കിടക മാസത്തിലെ പ്രധാന വിശേഷം കഞ്ഞിയാണ്. കർക്കിടക കഞ്ഞി വിതരണം ക്ഷേത്രങ്ങളിലെ പ്രധാന ചടങ്ങുമാണ്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് പല ക്ഷേത്രങ്ങളിലും ഓരോ ദിവസവും കഞ്ഞി വിളമ്പാറ്. കഴിഞ്ഞ 13 വർഷമായി എല്ലാ കർക്കിടക മാസത്തിലും മുറതെറ്റാതെ കഞ്ഞി വിളമ്പുന്ന പിരായിരി കൊടുന്തരപ്പള്ളിയിലെ വെങ്കടേശ്വരനും സംഘവും ഇവരിൽ ചിലരാണ്. 4-5 പേരുമാണ് ഇത് തുടങ്ങി വെച്ചത്. പിൻഗാമികളായിട്ട് പോയി അന്നദാനം നടത്തി വരുന്നത്. ആനയൂട്ടാണ് കർക്കിടകത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങ്. ദേവപ്രതിനിധിയായ ഗജവീരനെ അന്നം നൽകി ആദരിക്കുന്നതാണ് ചടങ്ങ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന ആനയൂട്ട് ഒരേ സമയം വിശ്വാസവും കൗതുകവും ചേർന്ന് ആനച്ചന്തം പകരുന്ന ചടങ്ങാണ്. കർക്കിടക മാസത്തിലാണ് ഗണപതി ഹോമമൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഇവിടെ അവസാനത്തെ വെള്ളിയാഴ്ച, കർക്കിടക മാസത്തിലെ പോക്ക് വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച രാമായണ മാസവും കൂടെ ആയതുകൊണ്ട് അത് കോയിൻസൈഡ് ചെയ്ത് വന്നേ ഉള്ളൂ. കർക്കിടകത്തിലെ വാവുബലി മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മമോക്ഷത്തിനുള്ള അനുഷ്ഠാനമാണ്. ജില്ലയിലെ കരിമ്പുഴയിലെ ശ്രീരാമക്ഷേത്രം ഇതിൽ പ്രസിദ്ധവുമാണ്. 3 ശാന്തിക്കാരെ എല്ലാം വലിയ ഉണ്ടായിരുന്ന ഒരു അടിയന്തര ക്ഷേത്രമാണിത്. ഈ കർക്കിടക മാസത്തിൽ വാവുബലി ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ ദിവസം രാമായണ പാരായണം ഉണ്ട്. ഇത്തവണ 35,000-ഓളം വിശ്വാസികളാണ് ഇവിടെ എത്തി പിതൃതർപ്പണം നടത്തിയത്. കർക്കിടക സംക്രമം തുടങ്ങി നിരവധി ചടങ്ങുകൾ വേറെയുമുണ്ട്. രാമനാമം കേട്ടാൽ പുണ്യമെന്ന് വിശ്വാസികൾ കരുതുന്ന രാമായണ മാസം രാമകഥാമൃതത്തിലൂടെ സമാപിക്കുമ്പോൾ പ്രാർത്ഥന നൽകിയ ആത്മവിശുദ്ധിയിൽ വിശ്വാസികൾ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.